മക്കളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് 5.2.2 ആണ്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റേസ് ലെമ്മ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഇൻഫിനിറ്റ്, ഹിയർ എക്സ് ഈസ് എ ഇൻഫിനിറ്റ് ഡയമെൻഷൻ Banach space. ഓക്കെ, then the identity operator I from x into x is not a compact operator. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിലാണെങ്കിൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എല്ലായ്പ്പോഴും ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഇത് അല്ലാത്ത ഒരു കേസിൽ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റ് ഡയമെൻഷനിലാണ്. സപ്പോസ് ചെയ്തു ഐ ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് ഓൺ എക്സ്. ഓക്കെ, ഇനി എക്സ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ Banach space ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷൻ Banach സ്പേസിലുള്ള ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ്, ജനറലി ഒരു ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ ഓഫ് യു ക്ലോഷർ ഈസ് compact where u equal to ud of 0 r is the unit, not unit, actually it is a ball centered at 0 with radius r എന്നാണ്. ജനറലി r ആണെങ്കിലും ഇവിടെ 1 എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് പർട്ടിക്കുലർ കേസാണ്. ഇപ്പോൾ ud of 0 ആണെന്ന് പറയുന്നത് യൂണിറ്റ് ബോളാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ബോളിൻ്റെ ഇമേജിൻ്റെ ക്ലോഷർ കോമ്പാക്റ്റ് ആണെങ്കിൽ ആ ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്ന് പറയും. അതാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഓഫ് യു ക്ലോഷർ ഈക്വൽ ടു യു ക്ലോഷർ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് നോൺ എക്സ് പ്ലസ് ആർ ഈക്വൽ ടു 1. അതാണ് ഡി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇത് നമ്മളുടെ ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്നാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. കോൺട്രഡിക്ഷനാണ് നമുക്ക് വേണ്ടത്. എക്സ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ആയതുകൊണ്ട് അതിനകത്ത് അതിൻ്റെ ബേസിസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുക്കാൻ പറ്റും. കാരണം അത്തരത്തിലുള്ള ഒരു ഇൻഫിനിറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് പോസിബിൾ ആണ്, ബിക്കോസ് ഡയമെൻഷൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഒരു ബേസിസ് ഉണ്ടാകുമെന്ന് അറിയാം. അപ്പോൾ ആ ബേസിസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവും. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും. അത് സ്പാൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടുകയും ചെയ്യും. അത് സ്പാൻ ഓഫ് ദാറ്റ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എൽ എന്ന് പേര് കൊടുത്തു. എൽ ഇസ് ഈക്വൽ ടു x1 x2 എക്സെട്ര എന്ന് പറയുന്നതാണ് നമ്മളുടെ ബേസിസ് എന്ന് വിളിക്കുന്നത്. അതാണ് എക്സിൻ്റെ ബേസിസ്. അതിൽ ഓരോ പോയിൻറ്റും ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും 0 അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടത്താൻ പോവുകയാണ്. ഇ നോട്ട് എന്ന് പറയുന്ന സെറ്റ് എടുക്കുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആൻഡ് E1 ഈസ് ദ സ്പാൻ ഓഫ് സിംഗിൾട്ടൺ x1. ഒരാളെ മാത്രം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നു. എവരി സിംഗിൾ എലമെൻറ്റ് സെറ്റ് നോൺ സീറോ എലമെൻറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ സിംഗിൾട്ടൺ x1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് സ്പാൻ ചെയ്യുമ്പോൾ അതൊരു സ്പേസ് ആയിരിക്കും. ആ സ്പേസിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് 1 ആയിരിക്കും. ഇനി E2 എന്ന് പറയുന്നത് സ്പാൻ ഓഫ് x1 x2 ആണ്. x1 x2 എക്സെട്ര എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എൽ ആണ്. അപ്പോൾ x1 x2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെയായിരിക്കും. സ്പാൻ ഓഫ് ദാറ്റ് എന്ന് പറയുന്നത് ഒരു സ്പേസ് ആയിരിക്കും. അതിൻ്റെ ഡയമെൻഷൻ 2 ആയിരിക്കും. അപ്പോൾ E1ൻ്റെ ഡയമെൻഷൻ 1 ആണ്, E2ൻ്റെ ഡയമെൻഷൻ 2 ആണ്, E0ൻ്റെ ഡയമെൻഷൻ 0 ആണ്, ENൻ്റെ ഡയമെൻഷൻ n ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, E0 എന്ന് പറഞ്ഞാൽ 0 സ്പേസ്, ട്രിവിയൽ സ്പേസ് E1-നുള്ളിലുണ്ട്, E1 E2-നുള്ളിലുണ്ട്, E2 E3-ക്കുള്ളിലുണ്ട്, എക്സെട്ര. അപ്പോൾ അതിനർത്ഥം ഇതൊരു ഇൻക്രീസിങ് സ്റ്റേജിലാണ് പോകുന്നത്. മോണോട്ടോൺ ഇൻക്രീസിങ് ആയിട്ട്, അല്ലെങ്കിൽ അസെൻഡിങ് ചെയിൻ ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ E1 സബ്സെറ്റ് ഓഫ് E2 സബ്സെറ്റ് ഓഫ് എക്സെട്ര എന്നാണ് പോകുന്നത്. ഇനി എല്ലാം ഫൈനൈറ്റ് ഡയമെൻഷനാണ്. E0 ഫൈനൈറ്റ് ഡയമെൻഷനാണ്, E2 ഫൈനൈറ്റ്. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസൊക്കെ ഓൾറെഡി കംപ്ലീറ്റും ബനാങ്കും ആയിരിക്കും, അതായത് ക്ലോസ്ഡ് കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ E1 ക്ലോസ്ഡാണ് E2-ൽ, E2 ക്ലോസ്ഡാണ് E3-ൽ, E3 ക്ലോസ്ഡാണ് E4-ൽ, എക്സെട്ര. EN ക്ലോസ്ഡാണ് EN+1-ലും കൂടി പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി റേസ് ലെമ്മ പ്രകാരം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇൻക്രീസിങ് ആയിട്ട് കിടക്കുന്നെങ്കിൽ ഇപ്പോൾ EI -1 EIയുടെ ഉള്ളിലുണ്ടാവുക. EI -1 സബ്സെറ്റ് ഓഫ് EI ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്പേസ് ഓഫ് ക്ലോസ് സബ്സ്പേസ് ഓഫ് EI ആയിരിക്കും. റേസ് ലെമ്മ പ്രകാരം ലാർജർ സ്പേസിലുള്ള യൂണിറ്റ് സ്ഫിയറിലുള്ള ഒരു പോയിൻറ്റ്, അപ്പോൾ YI എന്ന് പേര് കൊടുത്തു. YIയുടെ നോം 1 ആണ്. വിത്ത് YI ഡിസ്റ്റൻസ് ഓഫ് YI വിത്ത് EI -1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. അപ്പോൾ അത് റേസ് ലെമ്മയാണ് അവിടെ അപ്ലൈ ചെയ്തത്. റേസ് ലെമ്മ പ്രകാരം അങ്ങനെ അത് പോസിബിളാണ്. അതിനർത്ഥം ഈ YIസും YJസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ, എങ്ങനെ ചൂസ് ചെയ്താലും അതിൻ്റെ നോം ഡിഫറൻസ് മസ്റ്റ് ബി. കാരണം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് അർത്ഥം. അതിൻ്റെ ഇൻഫ്യൂമൻ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിസ്റ്റൻസും ആരേക്കാൾ കൂടുതലായിരിക്കും, 1/2-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഏത് ഡിസ്റ്റൻസ് YIs എടുക്കുമ്പോൾ, ഇപ്പോൾ Y1 പറഞ്ഞാൽ E1-ലെയാണ്, Y2 പറഞ്ഞാൽ E2-ലെയാണ്, അവർ തമ്മിലുള്ള നോം വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. ഇപ്പോൾ Y1-ഉം Y10-ഉം എടുത്താലും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ അതിനർത്ഥം YIs എന്ന് പറയുന്നതിൻ്റെ ഒരു സീക്വൻസ് ആണ് എന്ന് വിചാരിക്കുക. I varies from 1 to infinity.
അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തുള്ള ഡിഫറൻറ്റ് പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ എപ്സിലോണിനേക്കാൾ വലിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് കോഷി സീക്വൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല. കോഷി പറഞ്ഞു കഴിഞ്ഞാൽ yn - ym ലെസ് കിട്ടുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. അതിനർത്ഥം അത് കോഷി സീക്വൻസ് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ YIs കോഷി അല്ല. പ്രത്യേകം ഓർക്കുക, YIസിൻ്റെ ഒക്കെ നോം 1 ആണ് നമുക്കറിയാം. ഇനി YIs ഒക്കെ നമുക്ക് യൂണിറ്റ് ബോളുടെ ക്ലോഷറിലാണ് ഉണ്ടാവുക. കാരണം യൂണിറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ d of x is equal to u of 0, 1 ആണ്. 0, 1 അതിൽ ഓപ്പൺ കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ YIസിൻ്റെ നോം 1 ആയതുകൊണ്ട് അത് ബോർഡറിലാണ് ഉണ്ടാവുക. ബോർഡർ മീൻസ് ക്ലോഷറാണ്. ഓക്കെ, അപ്പോൾ YIs ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ഇൻ യു ക്ലോഷറാണ്. കാരണം എന്താണ്, അത് നോം വാല്യൂ 1 ആയതുകൊണ്ട് ബൗണ്ടഡ് ആണ്, അത് യു ക്ലോഷറിലാണ്. യു ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോസ് സെറ്റാണ്, കംപ്ലീറ്റ് ആണ്, അത് ആഡ് സബ് സ്പേസ് ആണ്, നമ്മുടെ ഗിവൺ സ്പേസിൻ്റെ ബനാങ് സ്പേസിൻ്റെ സബ് സ്പേസ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് എ ബനാങ് സ്പേസ് ഈസ് ആൾവേസ് ബനാങ് ആൻഡ് കംപ്ലീറ്റ് എന്നാണ്. അപ്പോൾ യു ക്ലോഷർ കംപ്ലീറ്റ് ആണ്. അപ്പോൾ യു ക്ലോഷർ കംപ്ലീറ്റ് ആണെങ്കിൽ ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, YIs ബൗണ്ടഡ് ആണ്. ഇനി പക്ഷേ അതിൻ്റെ ഒരു സബ് സീക്വൻസ് പോലും കോഷി ആവുന്നില്ല. അപ്പോൾ അതിനർത്ഥം യു ക്ലോഷർ ഒരിക്കലും എന്താവില്ല, കോമ്പാക്ട്നെസ്സിന് കോൺട്രഡിക്ഷനാണ്. ഒരു സെറ്റ് ക്ലോസ്ഡ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിന് ഏതൊരു ഇൻഫിനിറ്റ് സെറ്റിനും ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവുക എന്നാണ് പറയുക. ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു ഒരു കൺവേർജൻസ് സബ് സീക്വൻസ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ കോഷി തന്നെ ആവുന്നില്ല, അപ്പോൾ ഒരിക്കലും കൺവേർജ് പോലും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ YIs ഇവിടെ ബൗണ്ടഡ് ആണ്. ഓക്കെ, YIs ബൗണ്ടഡ് ആണ്. അപ്പോൾ യു ക്ലോഷർ കംപ്ലീറ്റും ആണ്, വിച്ച് ഈസ് കോൺട്രഡിക്ഷൻ ടു യു ക്ലോഷർ ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ ഈ കാരണം I of YIക്ക് ഇപ്പോൾ YIs ബൗണ്ടഡ് ആണെങ്കിൽ കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് XN ബൗണ്ടഡ് ആണെങ്കിൽ A of XNന് ഒരു കോഷി സബ് സീക്വൻസ് ഉണ്ടാവണമെന്നാണ്. ഇപ്പോൾ I of YI എന്ന് എടുക്കുക, YIs ബൗണ്ടഡ് ആണ്. I of YI എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, I of YI തന്നെയാണ്. I of YIക്ക് കോഷി സബ് സീക്വൻസ് ഇല്ല, കാരണം YIസിന് കോഷി സബ് സീക്വൻസ് ഇല്ലാണ്ട് I of YIക്ക് കോഷി സബ് സീക്വൻസ് ഇല്ല. അപ്പോൾ അത് കോൺട്രഡിക്ഷൻ ടു I is കോമ്പാക്റ്റ് എന്നുള്ള കോൺട്രഡിക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ YIs ബൗണ്ടഡ് ആണെങ്കിൽ യു ക്ലോഷർ കംപ്ലീറ്റും ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് അതിനകത്ത് ഉണ്ടാവണം, പക്ഷേ അത് കോഷി അല്ലാത്തത് കൊണ്ട് അതിനകത്ത് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ യു ക്ലോഷർ കോമ്പാക്റ്റ് ആണെന്ന് പറയുന്നതിനും ഇവിടെ യു ക്ലോഷർ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് I of യു ക്ലോഷർ ആണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും യു ക്ലോഷർ അല്ല, I of യു ഹോൾ ക്ലോഷർ എടുത്താലും, കാരണം ഐഡൻറ്റിറ്റി മാപ്പ് ആയതുകൊണ്ട് I of യു ഹോൾ ക്ലോഷർ ഈക്വൽ ടു യു ക്ലോഷറാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ I of യു ഹോൾ ക്ലോഷർ ഇവിടെ കോമ്പാക്റ്റ് ആണ്, പക്ഷേ ഇവിടെ ബൗണ്ടഡ് സീക്വൻസിന് ഇൻഫിനിറ്റ് സെറ്റിന് ലിമിറ്റ് പോയിൻ്റ് ഇല്ല എന്ന് കിട്ടും, ഒരു കോൺട്രഡിക്ഷൻ വരും. ഈ ബോത്ത് കേസ് ഏത് രീതിയിൽ കൺസിഡർ ചെയ്താലും, അതായത് കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചാലും ക്യാരക്ടറൈസേഷൻ ഉപയോഗിച്ചാലും ഇവിടെ കോൺട്രഡിക്ഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് കോൺട്രഡിക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ത് എടുത്തുകൊണ്ടാണ് I കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് സംഭവിച്ചത്, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് I കോമ്പാക്റ്റ് അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിലുള്ള ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഒരിക്കലും കോമ്പാക്റ്റ് ആവില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിൻ്റെ ഒരു കേസ്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഓൺ ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ഈസ് നോട്ട് കോമ്പാക്റ്റ് എന്നാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഈ കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ഇതുപോലെ തന്നെ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കില്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താണ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ലെഫ്റ്റ് ഷിഫ്റ്റ് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ പോസിബിൾ അല്ലാതെ പോയി. ഇതേ കാര്യം തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഇവിടെയും. ഇനി നെക്സ്റ്റ് തിയറം എന്ന് പറയുന്നത് ഒരു 5.2.3 പറയുന്നത് ഫോർ എവരി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ T 0 ഈസ് എ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് T. ഇത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിലെ കാര്യം മാത്രമാണ് പറയുന്നത്. അതായത് T ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എ ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ്, ദെൻ 0 ഈസ് എ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് T. സ്പെക്ട്രൽ വാല്യൂവിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ എവരി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ T 0 എലമെൻറ്റ് ഓഫ് സിഗ്മ ഓഫ് T എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 0 ഈസ് എ സ്പെക്ട്രൽ വാല്യൂ ഓഫ് എവരി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 0 സിഗ്മ ഓഫ് T ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം T - 0 ഈസ് നോട്ട് ഇൻവെർട്ടബിൾ. T - 0 ഈസ് നോട്ട് ഇൻവെർട്ടബിൾ എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് സപ്പോസ് ചെയ്തു, ഇഫ് T ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, T കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ then T ഈസ് നോട്ട് ഇൻവെർട്ടബിൾ എന്ന് കിട്ടും. കാരണം T - 0 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, T തന്നെയാണ്. അപ്പോൾ T ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുക T ഈസ് നോട്ട് ഇൻവെർട്ടബിൾ. ദാറ്റ് മീൻസ് T ഈസ് നോട്ട് ഇൻവെർട്ടബിൾ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഒരിക്കലും എന്താവുന്നില്ല, ഇൻവെർട്ടബിൾ ആവുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം.
അപ്പോൾ ആദ്യം സപ്പോസ് ചെയ്തു ടി ഫ്രം എക്സ് ഇൻ ടു എക്സ് ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. എക്സ് ഒരു ബനാക് സ്പേസ് ആണ് ഇവിടെ, വേറെ എക്സ് ഈസ് ആൻ ഇൻഫിനിറ്റ് ഡയമെൻഷൻ ബനാക് സ്പേസ് ആണ് പ്രത്യേകം ഓർക്കുക. ഇഫ് പോസിബിൾ ലെറ്റ് 0 ഈസ് നോട്ട് എ സ്പെക്ട്രൽ വാല്യൂ. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് 0 സ്പെക്ട്രൽ വാല്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണം, സിഗ്മ ഓഫ് ടിയിലെ മെമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനർത്ഥം ടി മൈനസ് 0 ആയി നോട്ട് ഇൻവെർട്ടബിൾ എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഇഫ് പോസിബിൾ ലെറ്റ് 0 ഈസ് നോട്ട് എ സ്പെക്ട്രൽ വാല്യൂ, 0 കോൺട്രഡിക്ഷനാണ് കിട്ടേണ്ടത്, 0 നോട്ട് എ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് ടി എന്ന് അസ്യൂം ചെയ്തു. സിഗ്മ ഓഫ് ടിയിലെ മെമ്പർ ആണെങ്കിൽ ടി മൈനസ് 0 ആയി നോട്ട് ഇൻവെർട്ടബിൾ ആണ്. അപ്പോൾ മെമ്പർ അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0 ഈസ് എ മെമ്പർ ഓഫ് റോ ഓഫ് ടി, അതായത് റെഗുലർ പോയിൻറ്റ്സിൻ്റെ സെറ്റിലുണ്ടാവും, റെസോൾവൻറ്റ് സെറ്റിലുണ്ടാവും. ദാറ്റ് മീൻസ് ടി മൈനസ് 0 ആയി ഈസ് ഇൻവെർട്ടബിൾ. ടി മൈനസ് 0 ആയി പറഞ്ഞാൽ ആര് തന്നെയാണ്, ടി തന്നെയാണ്. അപ്പോൾ ടി ഈസ് ഇൻവെർട്ടബിൾ എന്ന് കിട്ടുന്നു. ടി ഇൻവെർട്ടബിൾ ആണെങ്കിൽ ടി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എവിടെ ഉണ്ടാവും, എൽ ഓഫ് എക്സസ്, അതായത് ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഇൻവേഴ്സ് ഈസ് ആൾസോ ബൗണ്ടറി ലീനിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടി ഇൻവേഴ്സും ബൗണ്ടറി ലീനിയർ ആയിരിക്കും. ടി ഇൻവേഴ്സ് ബൗണ്ടറി ലീനിയർ ആണ്. നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി അറിയാം, ടി ഇൻവേഴ്സ് ടി ഈക്വൽ ടു ഐ ഈക്വൽ ടു ടി, ടി ഇൻവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നോട്ട് ദ സെറ്റ് ഓഫ് ആൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എക്സ് ഫോം ആൻ ഐഡിയലിൻ്റെ ഡെഫിനേഷൻ. സെറ്റ് ഓഫ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഇപ്പോൾ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനാണ് എൽ ഓഫ് എക്സ് എന്ന് വിളിക്കുക നമ്മൾ, എൽ ഓഫ് എക്സ്, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. അതിലെ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷന് വേണമെങ്കിൽ നമുക്ക് സി എൽ ഓഫ് എക്സ് എക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ സി എൽ ഓഫ് എക്സ് എക്സ് ഇസ് എ സബ് സ്പേസ് ഓഫ് എൽ ഓഫ് എക്സ് എക്സ് ആയിരിക്കും. കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റേഴ്സ് കളക്ഷൻ്റെ ഉള്ളിലുള്ള ഒരു സബ് സ്പേസ് ആയിരിക്കും. സബ് സ്പേസ് മാത്രമായിരിക്കില്ല, അത് കൂടാതെ അതൊരു ഐഡിയൽ കൂടിയായിരിക്കും. കാരണം റിംഗ് എന്ന മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ പോസിബിളാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഇവിടെ നമ്മൾ കോമ്പോസിഷനാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു സെൻസിൽ അതൊരു റിംഗ് ഫോം ചെയ്യും. ആ റിംഗ് ഓപ്പറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഈ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സി എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനും എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനുമാണ്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനിലാണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് കളക്ഷൻ ഇരിക്കുന്നത്. അത് ഒരു രണ്ടും റിംഗ് ആണ്. ഒന്ന് എൽ ഓഫ് എക്സിൻ്റെ ഉള്ളിലുള്ള ഒരു ഐഡിയൽ കൂടിയായിരിക്കും. ഐഡിയൽ പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, സബ് റിംഗ് ആയിരിക്കും. കൂടാതെ ഐഡിയലിലെ ഒരു മെമ്പറും ഹോൾ റിങ്ങിലെ മെമ്പറും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ അത് ഐഡിയലിൽ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ ടി ഇൻവേഴ്സ് ടി കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്. ടി ഇൻവേഴ്സ് കോമ്പാക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ടി ഇൻവേഴ്സ് ടി എന്ന് പറയുന്നത് ഐഡിയൽ മൾട്ടിപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് ഐ ആണ്. അതെന്തായിരിക്കണം, കോമ്പാക്റ്റ് ആയിരിക്കണം. അതായത് ഐഡിയലിലെ ഒരു മെമ്പർ ഇൻറ്റു റിങ്ങിലെ മെമ്പർ ഐഡിയലിലുണ്ടാവണം. അപ്പോൾ ടി ഐഡിയലിലുണ്ട്, സി എൽ ഓഫ് എക്സിലുണ്ട്, ടി ഇൻവേഴ്സ് എൽ ഓഫ് എക്സിലും ഉണ്ട്. രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെ ഉണ്ടാവണം, സി എൽ ഓഫ് എക്സിലുണ്ടാവണം. അതിനർത്ഥം ഐ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആവും. ഐ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എക്സ് ആണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ. കാരണം ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിലെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്തെല്ലാം നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിലെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ഇപ്പോൾ ഒരിക്കലും എന്തെല്ലാം നമുക്കറിയാം, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ല. അപ്പോൾ 0 ഞാൻ സ്പെക്ട്രൽ വാല്യൂ അല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. ഓക്കെ, ഐ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 മസ്റ്റ് ബി എ മെമ്പർ ഓഫ് സിഗ്മ ഓഫ് ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഒരു എളുപ്പമുള്ള ഒരു റിസൾട്ടാണ് ഇതെന്ന് നോക്കുക.